ബൾക്ക് എടുത്തു. ഞങ്ങൾക്ക് ഫസ്റ്റിലൊക്കെ റിട്ടേൺ പേയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ എടുത്തു. അവർ ഞങ്ങളോട് ബൾക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ്. ഹലോ, എൻ്റെ പ്ലേസ് വരുന്നത് മലപ്പുറം. നമ്മൾ ജോബ് വാക്കൻസി അതിനകത്തുമാണ് നമ്മൾ ജോബ് വാക്കൻസി കാണുന്നത് ഇവോക്ക കമ്പനിയുടെ. നമ്മൾ അങ്ങനെ ഇവോക്ക കമ്പനി ആ ഒരു ആപ്ലിക്കേഷൻ അയച്ചു. നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാ വർക്കിനും 6,000 വന്നിരുന്നത്. അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ആദ്യം 6,000 കൂടെ വർക്കെടുത്തു, അത് ഇൻവെസ്റ്റ് ചെയ്തു. അത് പറഞ്ഞിരിക്കുന്ന വ്യത്യാസം. കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കോളേജുകളിൽ പല കോളേജുകളിലും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ എത്തി അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ ഡേറ്റ സ്വീകരിച്ച് പിന്നീട് അവർക്ക് ഫ്രീ ഇന്റേൺഷിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ ജോലി ഏർപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തങ്ങളുടെ കമ്പനിയിലേക്ക് വിദ്യാർത്ഥികളെ അടുപ്പിക്കുകയും പിന്നീട് അവരെ കമ്പനിയിൽ നിക്ഷേപം നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരിൽ നിന്ന് വലിയ തുകകൾ സ്വീകരിക്കുകയും അതിന് ഇരട്ടി ലാഭം നൽകാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ഇതേ തുടർന്ന് വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമായിരുന്നു ഇവോക എഡ്യൂടെക് എന്ന കമ്പനി ചെയ്തതെന്നാണ് നിലവിൽ ആരോപണങ്ങൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പോലീസ് മലപ്പുറത്തെത്തി രമിത്ത് എന്ന ഈ കമ്പനിയുടെ നടത്തിപ്പുകാരനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. രമിത്ത് ഏതായാലും ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് അഫ്താബ് എന്ന മലപ്പുറം സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകളാണ് ഇതിനോടകം നമുക്ക് തന്നെ വൈദ്യുതികളും മറ്റുമായി പരാതികൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഘം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖല, വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ തന്നെ അങ്ങേയറ്റം മലീമസമാക്കുന്ന രീതിയിലായിരുന്നു നടപടികൾ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇയാളുടെ ഭാര്യയായിരുന്നു, രവിത്തിന്റെ ഭാര്യയായിരുന്ന ചിഞ്ചു KS എന്ന വ്യക്തിയെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചിഞ്ചു KS ആണ് ഈ ഇവോക എഡ്യൂടെക് എന്ന കമ്പനിയുടെ പ്രധാനമായ നടത്തിപ്പുകാരി. അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഓതറൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചിഞ്ചു KS ആണ്. ഈ ചിഞ്ചു KS പരാതി ഉയർന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ആരോപണം ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഓരോരോ തട്ടിപ്പുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷം മുമ്പോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ വേറൊരു കേസ് കേട്ടത്. പകുതി വിലയ്ക്കുണ്ട് ഈ ബൈക്ക് തരാം, വണ്ടി തരാം എന്നുള്ളൊരു പേരിലുണ്ട് ഈ പൈസ തട്ടിയെടുക്കുകയും പിന്നെ കൊടുക്കാതിരിക്കുകയും അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലത്തുള്ള അടുത്ത കേസ് വരുന്നത്. ഇങ്ങനെ ഓരോരോ കേസ് ഓരോരോ ദിവസം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലിപ്പോൾ ആൾക്കാർക്കുണ്ടെങ്കിൽ സ്വയമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനൊന്നും താല്പര്യമില്ല, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോഴത്തെ ഉള്ള യൂത്തിനുണ്ടെങ്കിൽ ജോലിയൊന്നും കിട്ടുന്നില്ല, ഭയങ്കര കഷ്ടം തന്നെയാണ്. പഠിച്ചിറങ്ങുന്നവർ ചുമ്മാ തന്നെ ഇരിക്കുകയാണ്, അവർക്ക് ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓൺലൈൻ ജോബ് അല്ലെങ്കിൽ കിട്ടുന്ന എങ്ങനെയെങ്കിലും പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ഇതേപോലത്തുള്ളവരെ ഫ്രോഡുമാർ വന്നിട്ടുണ്ട്. ഈ പൈസ ഇത്രയും തന്നാൽ മതി, നിങ്ങൾക്ക് നല്ല ജോലി വാങ്ങിച്ചു തരാമെന്ന് പറയുകയും ആ സമയത്ത് വേറെ വഴിയില്ലാതെ അങ്ങനെ പാവങ്ങളുണ്ട് ഇതിനകത്ത് ഇന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പം വരുന്ന തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ തുടർന്നുള്ളതാണ്. ഇത്രയും നിങ്ങൾക്ക് ഇവിടെ ജോലി വാങ്ങിച്ചു തരാം, നിങ്ങൾ ഇത്രയും പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തുള്ള ലക്ഷ്യങ്ങളൊക്കെ തട്ടിയെടുക്കുകയും ചെയ്യും. അതിന് ശേഷം കൊണ്ട് വേറെ ഒരു വിവരവും കിട്ടത്തില്ല, അവരുടെ പൈസയും പോകും, അവർക്ക് പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാതൊക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേപോലത്തുള്ള ഓരോരുത്തന്മാരുണ്ടെങ്കിൽ പിന്നെ അടുത്തടുത്ത അടവുകളായിട്ട് വരുന്നതും ബാക്കിയുള്ള ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നതും. സോ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ പാടില്ല. ഇങ്ങനെ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അതോടെ തന്നെ അവർക്ക് നഷ്ടമായ പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക.